തൊടുപുഴ ഒരു കല്യാണത്തിന് പോയപ്പോൾ കണ്ട കാഴ്ചയാണ് സംഭവം. നമ്മൾ ഹാളിന്റെ അകത്ത് കയറിയപ്പോൾ ഇതാണ് കല്യാണം കൊണ്ട് വന്നത്. പക്ഷെ അതല്ല, ഹാളിന്റെ നടുക്കായിട്ട് ഒരു കൽമണ്ഡപം സെറ്റ് ചെയ്തിട്ടുണ്ട്. AC ഹാളിന്റെ അകത്ത് കല്യാണത്തിന് വന്നവരല്ല ഇത് കണ്ട് വണ്ടർ അടിച്ചു കേട്ടോ. ഇത് ആരുടെ കല്യാണം അപ്പാ? ഇത് നമ്മുടെ ശങ്കരന്റെ കല്യാണമാണ്. നമ്മുടെ കൈറ്റ്സ് ഇവന്റിന്റെ മെയിൻ മാനേജിംഗ് പാർട്ണറായ നമ്മുടെ ശങ്കരന്റെ കല്യാണം. ഇന്ന് കേരളത്തിൽ തന്നെ നമ്പർ 1 ആയി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൈറ്റ്സ് ഇവന്റിന്റെ ആ ഒരു ടച്ച് ഈ കല്യാണത്തിന് മുഴുവനായിട്ട് കാണാൻ പറ്റി. അങ്ങനെ ഇവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരുന്നപ്പോൾ തന്നെ ചെക്കന്റെ പെണ്ണിന്റെ അടിപൊളി ഒരു എൻട്രി, അത് മാസ് എൻട്രി ഫുൾ ഓളം വെച്ചത് ഓൺ ആയി നമ്മുടെ കൈറ്റ്സിന്റെ 2 വണ്ടിയുടെ അകമ്പടിയോടുകൂടി ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെ വെറൈറ്റി ആയിട്ട് ഹാളിനുള്ളിൽ തന്നെ 2 കല്യാണ മണ്ഡപമുള്ള ഒരു കല്യാണം കൂടാൻ ആദ്യമായിട്ട് ഇത് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ജോഷിലെ AC ഹാളിൽ ഒരുക്കി ആ കൽമണ്ഡപത്തിന് ചുറ്റും താലികെട്ട് കാണാൻ ആൾക്കാർ കാത്തിരിക്കുകയാണ്. പൂജാരിയും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്. നമ്മുടെ പയ്യൻ എത്തിയിട്ടുണ്ട്. കഥാനായിക ആരതിയും കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ താളമേള അകമ്പടിയോടുകൂടി ആർപ്പുവിളികളോടുകൂടി ആ ഒരു കല്യാണം ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. കൈറ്റ്സ് ഇവന്റിന്റെ നമ്മുടെ ശങ്കരന്റെ കല്യാണം. അടിപൊളി മ്യൂസിക് പ്രോഗ്രാമും ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. കൈറ്റ്സിന്റെ സ്വന്തം വിഷ്ണുവിനെയും കണ്ടു. അഭിപ്രായങ്ങളൊക്കെ നേരിട്ട് തന്നെ അറിയിച്ചു കേട്ടോ. എന്തായാലും ഒരു അടിപൊളി കല്യാണം കൂടിയതിന്റെ ആംബിയൻസ് ആണ് നമ്മുടെ വാസി. ഫോട്ടോ സെഷനൊക്കെ രണ്ടാമത്തെ ഒരു കല്യാണപ്പന്തൽ നടക്കുന്നുണ്ട്, സദ്യ നടക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ഇവന്റ് ആണ്. നമ്മളിത് കൈറ്റ്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടും അടിപൊളിയായിട്ടുള്ള ഇവന്റുകൾ ചെയ്യണമെങ്കിൽ നേരെ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ചെറുതും വലുതുമായിട്ടുള്ള ഏത് പ്രോഗ്രാമും വരെ ധൈര്യമായിട്ട് ഏൽപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നിങ്ങളുടെ ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ അയച്ചു കൊടുത്തു.